and welcome back to my channel. BEAUTYTIPS Malayalam YouTube-ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ കണ്ണെഴുതുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ അറിയല്ലേ കണ്ണെഴുതുന്നതൊക്കെ എങ്ങനെയാണെന്ന്. പക്ഷേ എനിക്ക് എന്താ പറയുക മെയിൻ ആയിട്ട് വേണ്ട കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് കിട്ടിയാലേ ഞാൻ കണ്ണെഴുതുള്ളൂ. അങ്ങനെ ഞാൻ ഈസി ആയിട്ട് കണ്ണെഴുതുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക ഇതിപ്പോൾ ആദ്യമായിട്ടൊക്കെ മേക്കപ്പ് പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് കണ്ണെഴുതുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു സംശയം ഉണ്ടാവും എങ്ങനെയായിരിക്കും ലൈൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് എഴുതാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട വീഡിയോക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ പൗഡർ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് മേലെ കൂടി തട്ടി കൊടുത്താൽ മാത്രം മതി, കാരണം ആ ഓയിൽനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കൺമഷി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, നമുക്ക് പരക്കില്ല കേട്ടോ, അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഐലൈനർ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. ഇതൊരു അടിപൊളി ഐലൈനറാണ് കേട്ടോ. വളരെ ലോ പ്രൈസിൽ കിട്ടുന്ന ഒരു ഐലൈനറാണ്. പക്ഷെ നല്ല ബ്ലാക്ക് കളറാണ്, കണ്ണ് നന്നായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഐലൈനർ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ടോപ്പ്, അതിൻ്റെ ടോപ്പിൽ ഒട്ടും തന്നെ ആ ഒരു ഐലൈനറിൻ്റെ ഒട്ടും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്കും ഫുൾ അങ്ങോട്ട് പോക്കിയിട്ട് വേണം നമ്മൾ മേലെ കൂടി അങ്ങോട്ട് വരച്ചു കൊടുക്കാൻ. പിന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം ഈ സ്റ്റാർട്ട് ഭാഗത്തു നിന്ന് വളരെ നൈസായിട്ട് നമ്മൾ മിഡിൽ ആ ഭാഗത്ത് എത്തുമ്പോൾ അത്യാവശ്യം തിക്കിൽ, അതേപോലെ തന്നെ നമ്മൾ ഈ വാലെഴുതുന്ന ഭാഗമില്ലേ എൻഡ് ഭാഗത്ത്, അവിടെ കുറച്ച് കട്ടി നിന്നോട്ടോ കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയിൽ ഞാൻ അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ലൈൻ വളരെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കണം കേട്ടോ. ഒന്ന് തെറ്റിയാൽ മൊത്തമായിട്ട് പോവും, പിന്നെ കണ്ണ് പിന്നെ ഫസ്റ്റ് തൊട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക, തെറ്റിക്കാതെ. പിന്നെ ഞാനൊരു വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ഞാൻ ചെയ്തിട്ട് വോയിസ് ചേച്ചീനെ മോൻ കൊടുത്ത് എങ്ങനെ ഉണ്ടാവും അതൊന്ന് കമൻറ്റ് അറിയിക്കണം. ഒരു വെറൈറ്റി വീഡിയോ ആവും അല്ലേ. അപ്പം ഞാൻ ലൈൻ മൊത്തമായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു എൻഡ് ഭാഗത്ത് വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എൻഡ് ഭാഗത്ത് നന്നായിട്ട് ചിലർക്ക് വാല് നന്നായിട്ട് നീട്ടി വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഒരു വലിയ രീതിയിൽ നീട്ടുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇത്രയൊക്കെ മതി. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റാർട്ട് ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഇത്തിരി വളരെ നൈസായിട്ടൊന്ന് എഴുതി കൊടുക്കുക. വളരെ നൈസായിട്ട് വെച്ചാൽ ഒട്ടും തന്നെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അവിടെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്തിരി അവിടെ നീട്ടി കൊടുക്കുക ആ ഒരു സ്റ്റാർട്ട് ഭാഗത്ത്. എന്നിട്ട് നമ്മുടെ നല്ല എനിക്ക് ഏറ്റവും ഫേവററ്റാണ്. ഇപ്പം ഞാൻ ഐലൈനർ എഴുതിയില്ലെങ്കിലും എനിക്ക് ഈ ഒരു കൺമഷി നിർബന്ധമാണ് കേട്ടോ. കൺമഷി മാത്രമേ ഞാൻ താഴെ എഴുതി. ഇത് ഷിങ്കാറിൻ്റെ കൺമഷിയാണ്. അപ്പം താഴെ നന്നായിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ്. രണ്ട് കണ്ണിൽ നന്നായിട്ട് എഴുതി കൊടുക്കുകയാണ്. വളരെ നല്ലതാണ്. അങ്ങനെ നമ്മൾ ഐലൈനറിൻ്റെ കൂടെ താഴെ ആ കൺമഷിയും കൂടി എഴുതുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ഭംഗി കൊടുക്കുന്നത് സൂപ്പറായിരിക്കും. എന്നിട്ട് വന്നിട്ട് അതേപോലെ തന്നെ ആ ഐലൈനറിനെ എടുത്തിട്ട് താഴെ കൂടി ഒന്ന് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒന്നായിട്ട് കട്ടിയിൽ എഴുതുന്നത് അത്ര വലിയ ഭംഗി കൊടുക്കില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് വളരെ നൈസായിട്ടും അതുപോലെ ഞാൻ നേരത്തെ മേലെ എഴുതി അതേ രീതിയിൽ തന്നെ മിഡിൽ ആ ഭാഗത്ത് എത്തുമ്പോൾ വളരെ കുറച്ച് കട്ടിയിലായിക്കോട്ടെ കേട്ടോ. അതേപോലെ എൻ്റെ ഭാഗം നമ്മൾ ആ വാലിൻ്റെ ആ ഭാഗത്തേക്ക് നന്നായിട്ട് യോജിപ്പിക്കണം. ഓക്കെ, വളരെ തിക്കായിട്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ ലൈൻ കട്ട് ചെയ്യാതെ വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ഈ ഗേൾസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ കണ്ട് അതേപോലെ കണ്ണ് എഴുതിയിട്ട് എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ ഞാൻ രണ്ട് കണ്ണും അതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വന്ന മാറ്റം കണ്ടോ. ഞാൻ കണ്ണ് എഴുതുന്നതിന് മുന്നേ ഉള്ളതും ഇപ്പോഴത്തുള്ള മാറ്റം നോക്കിക്കേ. ഇനി അടുത്ത വന്നിട്ട് നമ്മൾ ആ മേലത്തെ ഐലൈനറൊക്കെ ഉണങ്ങിയതിന് ശേഷം, അതായത് പരക്കാതെ വരുമ്പോൾ മ്യൂസിക് ഫ്ലവറിൻ്റെ ഇതൊരു ജെൽ ഐലൈനറാണ്.
ഈ ഒരു ഐലൈനർ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ പറയുക, വളരെ ഡാർക്ക് കളറാണ്. നമ്മുടെ കണ്ണ് നന്നായിട്ട് എടുത്ത് വെക്കും. പിന്നെ ഞാനിത് ആദ്യം എഴുതാത്ത എന്താ വെച്ചാൽ, ഇത് ഈ ഒരു ബ്രഷ് കൊണ്ട് എഴുതുമ്പോൾ എന്തായാലും ലൈൻ നമുക്ക് കറക്റ്റായി കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഐലൈനർ എഴുതി അതിൻ്റെ മേലെ കൂടി ഈ ഒരു ജെൽ ഐലൈനർ കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും. കണ്ണ് നന്നായിട്ട് ഡാർക്ക് കളറാവും. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗി വെച്ചാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് അറിയിക്കണം. സൂപ്പർ, ഒരുപാട് മാറ്റം, നമ്മുടെ ഫേസ് ആകെ മാറിയ പോലെയാണ്. താഴെ ഞാൻ എഴുതുന്നില്ല, ഞാൻ മേലെ മാത്രം വരച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ആ ഒരു വാലിൻ്റെ ആ ഭാഗത്ത്, വാലിൻ്റെ അവിടെ കൊടുത്തില്ലേ, പിന്നെ ഈ ഒരു സ്റ്റാർട്ട് ഭാഗത്തും അവിടെ നല്ല തിക്കായിട്ട് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ബ്ലാക്ക് കളറാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അത് ഈ ഒരു എഴുതിയതിന് ശേഷം നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ എൻ്റെ കണ്ണ്. ഇനി അടുത്ത വന്നിട്ട് മസ്കാരയാണ്. സാധാരണ ഞാൻ ഡാസ്ലറിൻ്റെ മസ്കാരയാണല്ലോ എല്ലാ വീഡിയോയിലും ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ഇതൊന്ന് മാറ്റി കൊടുക്കാമെന്ന്. ഇത് ADS എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ മസ്കാരയാണ്. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ വളരെ നീളം കൂടിയ ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചെറുതാകുമ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മസ്കാര എന്താ വെച്ചാൽ നമ്മുടെ കണ്ണ് നന്നായിട്ട് വിടർന്ന് നിൽക്കും. മസ്കാര താഴെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടും തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം തട്ടി കൊടുത്തിട്ട് ഒന്ന് നമ്മൾ താഴെ ഒന്ന് വിടർത്തി കൊടുത്താൽ മാത്രം മതി. മേലെ നല്ല കട്ടിയിലാണ് വിടർത്തും, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കണ്ണ് എഴുതിയിട്ടുള്ള ആ ഒരു ഫൈനൽ ലുക്ക്. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ ഞാനിങ്ങനെയാണ്, പക്ഷേ ഞാൻ ദാവണി, സെറ്റ് സാരി അതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും ഇത് ഇങ്ങനെ ഇടുമ്പോൾ കണ്ണേടി കറുപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലല്ലോ. ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഞാൻ കണ്ണ് എഴുതാറ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് അറിയിക്കണം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉള്ള കാര്യം പറയല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്താ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടിപൊളി വീഡിയോ ആയിട്ട്, അതായത് നാളെ 7 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കൽ ബൈ, ലവ് യു.